ഹൈദരാബാദിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മസാറാണിത്. മസാറിന്റെ പിൻവശത്തായി ചെറിയൊരു കല്ലിന് മുകളിൽ ഇത്ര വലിയ പാറ നിൽക്കുന്നതും കാണാൻ സാധിക്കും. സുഹ്റവർദി ത്വരീഖത്തിന്റെ ആദ്യ ഖലീഫയുടെ ദർഗയാണ് ഈ കാണുന്നത്. ഹൈദരാബാദിലെ മലമുകളിലെ അതിമനോഹരമായ ദർഗ പഹാഡി ഷെരീഫ്. ഇന്നത്തെ ചരിത്രാവിശേഷങ്ങൾ പഹാഡി ഷെരീഫിനെ കുറിച്ചാണ്. സുബഹി നിസ്കാര ശേഷം പഹാഡി ഷെരീഫിലേക്ക് പോകാമെന്ന് ഹൈദരാബാദിലെ എന്റെ സുഹൃത്തു പറഞ്ഞു. അവന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പഹാഡി ഷെരീഫിലേക്ക് പുറപ്പെട്ടു. അങ്ങ് മലമുകളിലുള്ള പഹാഡി ഷെരീഫിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. കുറച്ചു സമയത്തെ കയറ്റത്തിന് ശേഷം പഹാഡി ഷെരീഫിന് തൊട്ടടിയിലായുള്ള വിശാലമായൊരു സ്ഥലത്തെത്തിച്ചേർന്നു. കയറ്റത്തിന്റെ ക്ഷീണം മാറ്റാൻ കുറച്ചവിടെ വീണ്ടും ഞങ്ങൾ കയറി തുടങ്ങി. സുബഹി കഴിഞ്ഞ സമയമായതുകൊണ്ട് ആ പ്രദേശം ഏറെ ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്തെ പ്രകൃതിയുടെ സൗന്ദര്യം ദർഗാങ്കണത്തെയും അതിന്റെ ചുറ്റുപാടിനെയും കാണിച്ചുകൊണ്ടേയിരുന്നു. മലമുകളിലേക്കുള്ള ഒരുപാട് സമയത്തെ കയറ്റത്തിന് ശേഷം ഞങ്ങൾ പഹാഡി ഷെരീഫിന്റെ അങ്കണത്തിൽ എത്തിച്ചേർന്നു. ഇറാഖിലെ ബഗ്ദാദിൽ നിന്ന് ഏകദേശം 800 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് വന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ബാബ ഷറഫുദ്ദീൻ സുഹ്റവർദി. ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ സുഹ്റവർദി എന്ന മഹാന്റെ ശിഷ്യൻ കൂടിയാണ്, മുരീദാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലേക്ക് ദഅവത്തിന് വേണ്ടി കടന്നു വരുന്നത്. ഹിജ്റ 586 ഇറാഖിലെ ബാഗ്ദാദിൽ ഷഅബാൻ 16 അതിരാവിലെയാണ് മഹാൻ ജനിക്കുന്നത്. ഹിജ്റ വർഷം 631 ഇറാഖിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലെത്തിയ അദ്ദേഹം ഡെക്കാനിൽ എത്തിച്ചേരുന്നത് ഹിജ്റ വർഷം 640 പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനുമായി കടന്നു വന്ന 2 മഹാന്മാരിൽ രണ്ടാമത്തെയാളാണ് ബാബ ഷറഫുദ്ദീൻ സുഹ്റവർദി. മുഗൾ ഭരണാധികാരിയായ ഔറംഗസീബാണ് ബാബയുടെ ഖബറിന് മുകളിൽ ആദ്യമായൊരു സ്ട്രെച്ചർ പണിയുന്നത്. ശേഷം 6ാമത്തെ നിസാം പീർ മെഹബൂബ് അലി ഖാൻ കമാനങ്ങളും തൂണുകളുമുള്ള വലിയൊരു ഹാൾ നിർമ്മിച്ചു. കുന്നിലെ പടികൾ അവസാനത്തെ നിസാം ഭരണാധികാരിയായ പീർ ഉസ്മാൻ അലി ഖാനാണ് കൊത്തിയെടുക്കുന്നത്. പഹാഡി ഷെരീഫിന്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് ഹൈദരാബാദിന്റെ അതിമനോഹരമായ മലയോര കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. 56 വർഷത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് ശേഷം ഹിജ്റ വർഷം 587 മഹാൻ ഈ ലോകത്തോട് വിട പറയുന്നത്.